ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എക്സ് റൈസ് ടു എ ഇൻറ്റു എക്സ് റൈസ് ടു ബി ഇൻറ്റു എക്സ് റൈസ് ടു സി ഈക്വൽ ടു 1 ദെൻ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എത്രയാണ്? അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെയാണ് കണ്ടെത്തുന്നത് നമുക്ക് നോക്കാം. ഇവിടെ എക്സ് റൈസ് ടു എ ഇൻറ്റു എക്സ് റൈസ് ടു ബി ഇൻറ്റു എക്സ് റൈസ് ടു സി നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് റൈസ് ടു എ പ്ലസ് ബി പ്ലസ് സി എന്ന് എഴുതാം. ഈക്വൽ ടു ഇവിടെ ഈക്വൽ ടു 1 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ 1നെ എനിക്ക് എക്സ് റൈസ് ടു 0 എന്ന് എഴുതാം. അപ്പൊ ഏതൊരു സംഖ്യയുടെയും പവർ 0 ആണെങ്കിൽ അതിന് ഈക്വൽ ടു 1 എന്ന് നമുക്ക് എഴുതാം. അപ്പോ എക്സ് റൈസ് ടു 0 ഈക്വൽ ടു എത്രയാണ്? 1 ആണ്. ഇനി നിങ്ങൾ ഇവിടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കാം. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണ്. രണ്ടിടത്തും എക്സ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പവറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സിയും 0യും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 നമുക്ക് എഴുതാം. നമുക്ക് കണ്ടെത്തേണ്ടത് എ പ്ലസ് ബിയുടെ വാല്യൂ ആണ്. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ എ പ്ലസ് ബി എത്രയാണ്? എ പ്ലസ് ബി ഈക്വൽ ടു ഈ സി അപ്പുറത്ത് കൊണ്ടുപോവാണ്. അപ്പൊ എന്താവും? മൈനസ് സി ആവും. അപ്പൊ എ പ്ലസ് ബിയുടെ വാല്യൂ മൈനസ് സി ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി മൈനസ് സി ആണ്.